നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്നത്തെ വീഡിയോ എടുക്കുന്ന പ്രധാനപ്പെട്ട വീഡിയോ ആണ്. 2 വണ്ടികൾ കൂട്ടിയിടിച്ചാൽ ക്ലെയിം കിട്ടുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. എല്ലാ ദിവസവും ഇടുന്ന പ്രധാനപ്പെട്ടാണ്, എന്നാലും ഇത് പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചുരുക്കി പറയാം. നമുക്കെല്ലാവർക്കും 2 വീലറും കാറും ഉപയോഗിക്കുന്നവരാണ്. ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. അതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിപ്പോൾ നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അപകടം സംഭവിക്കാം. പക്ഷെ അതിനുള്ള ഓപ്ഷൻ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മളൊരു റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബൈക്ക് വന്ന് തട്ടി, മോട്ടോർ സൈക്കിൾ വന്ന് തട്ടുന്ന സംഭവം അനുഭവമുള്ളവരും ഈ എൻ്റെ സബ്സ്ക്രൈബറായിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സപ്പോസ് നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഒരു ബൈക്കുകാരൻ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സൈഡ് ഇട റോഡിൽ കൂടെ കയറി വന്ന് നമ്മളെ വാഹനത്തിൽ ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യലേ. വീഡിയോ അത്ര യൂസ്ഫുൾ വീഡിയോ ആണ്. പലരും ഇങ്ങനെ സംഭവിച്ചിട്ട് ക്ലെയിം കിട്ടാതെ അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷം കേസും കാര്യങ്ങളും അതുവഴി പോകുന്നതിൻ്റെ അനുഭവം എൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു ബൈക്ക് വന്ന് വണ്ടി ഇടിച്ചു. അപ്പോൾ നോർമലി ബൈക്കുകാരന് തറയിൽ അല്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ടത്, മാനസിക പരിഗണന ഇത് അനുസരിച്ച് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബൈക്കുകാരന് മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പുള്ളിക്കാരനെ എത്തിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഒടിവ്, ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. ആരുടെ ഭാഗത്തായാലും മിസ്റ്റേക്ക് എന്ന് ആദ്യം നോക്കുക. ഓക്കെ. ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബൈക്ക് ഹിറ്റായ കേസിന് ഉറപ്പായിട്ടും 100% പോലീസ് റിപ്പോർട്ട്, GD റിപ്പോർട്ട് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഇരു കൂട്ടർക്കും നല്ലതാണ്. അതായത് ഞാൻ കാറിൻ്റെ ഭാഗത്തുമല്ല ബൈക്കിൻ്റെ ഭാഗത്തുമല്ല, ഇരു കൂട്ടർക്കും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനി എടുത്താലും ബൈക്ക് ഹിറ്റ് കേസുകളിൽ പോലീസ് റിപ്പോർട്ട് മസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് ഒരു ബൈക്ക് വന്ന് തട്ടി, നമ്മൾ ആളെ മെഡിക്കൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ എല്ലാം കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ആളെ ഒരു ഇത് വെച്ചിട്ട്